ട്രേഡിംഗ് ആൻഡ് ചാരിറ്റി. ഇത് തന്നെ വരും നാളുകളിലും തുടരുമെന്നാണോ? ചൈന പാക് ബന്ധം അതിലൊരു തരത്തിലുള്ള മാറ്റവും വരുത്തില്ല എന്നാണോ? ചൈന പാക് ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് പാകിസ്ഥാന് സഹായകരമായിട്ടാണ് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന് കാരണം പലതുമുണ്ട്. പാകിസ്ഥാന് അവർക്ക് താല്പര്യമുണ്ടെന്ന് തന്നെയല്ല, പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരാണ് എന്നുള്ളതും അതിലൊരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക റോള് പുതിയ സാഹചര്യത്തിൽ വഹിക്കാനുണ്ടാകില്ല ഈ ട്രേഡിംഗ് ആൻഡ് ചാരിറ്റി അല്ല. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം അവരുടെ ഇന്ന് രാവിലെ ആദ്യത്തെ നവാസ് ഷെരീഫ് പ്രസംഗം തുടങ്ങിയത് തന്നെ അഫ്ഗാനിസ്ഥാനെ പറ്റി പറഞ്ഞിട്ടാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പക്ഷേ സാർ, അഫ്ഗാൻ പ്രസിഡന്റ് തിരിച്ചും ഒരു കാര്യം പറഞ്ഞു. അഫ്ഗാനിസ്ഥാന് ഭീകരാക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്, അതിലെ ഒരു താവളം പാകിസ്ഥാനാണ്, അതിൽ ഒരു പുരോഗതിയും പാകിസ്ഥാൻ നേടിയതായി ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, പക്ഷേ ഞാൻ പറയാൻ വരുന്നതല്ല. അവരുടെ ഉദ്ദേശം കുറച്ച് സഹതാപം ലഭിക്കുക എന്നുള്ളതായിരുന്നു അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞു, ഖനിയെ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം സ്ഥാപിക്കാൻ പോവുകയാണ്, അവിടെ ഞങ്ങൾ റെഫ്യൂജീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ ലോക താല്പര്യങ്ങൾക്ക് സഹായകരമായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്നത് 2 ദശലക്ഷത്തോളം അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടണം എന്നുള്ള അർത്ഥത്തിലാണ്. അവർ നോക്കാനുള്ള പണം ഞങ്ങൾക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ മൂവായിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അവരെ പറ്റി അംബാസഡർ ഭദ്രകുമാർ പറഞ്ഞാൽ അവരെ പറ്റി മോശം അഭിപ്രായമാണ് എല്ലാവർക്കും. പക്ഷേ ഞങ്ങൾ ലോകത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പാലിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരോടും അയൽക്കാരോടും ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. ഈ മറ്റ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരിക്കലും പബ്ലിക്കായിട്ട് ഇടപെടാറില്ല. ഇപ്പം റഷ്യയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാം, അക്കോർഡിംഗ് ടു ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയുടേതായിട്ടല്ല, വേറെ ആരും പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞിട്ടില്ല. റഷ്യ പറഞ്ഞതുപോലും പാകിസ്ഥാൻ ചെയ്തു എന്നല്ല പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യ ദി സോഴ്സ് വാസ് ഇൻ പാകിസ്ഥാനി ടെറിട്ടറി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാകിസ്ഥാൻ ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ഫൈൻഡിങ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരാരും തന്നെ, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ പോലും ഇതിനെപ്പറ്റി ഒരു പബ്ലിക് പൊസിഷൻ എടുക്കാറില്ല. അതാണിപ്പോൾ ഒരു ട്രഡീഷൻ അവിടെ. അത് നമ്മളും എൻകറേജ് ചെയ്യുന്നതാണല്ലോ, ബൈലാറ്ററലി സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ഡിബേറ്റിംഗ് പോയിൻ്റ് എന്നുള്ളതിലുപരിയായി നമ്മളിതിനെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ ആഗോള ഭീകരവാദം എന്നതൊരു പ്രസക്തമായ വിഷയമാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ മുംബൈ ട്രയൽ അതിപ്പോഴും പാകിസ്ഥാനിൽ പൂർത്തിയായിട്ടില്ല. 8 വർഷം കഴിയുകയാണെന്നാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ പ്രതിനിധികൾ പ്രതികരിക്കുമ്പോൾ പിന്നീട് പത്താൻകോട്ട് വന്നു, ഇപ്പോൾ ഉറി വന്നു. പത്താൻകോട്ടിൻ്റെ കാര്യത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾ തെളിവ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറിയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പറയുകയാണ് തെളിവ് നൽകാം, അത് പരിശോധിക്കുമെന്ന്. അപ്പോൾ ഇതിലെ ഒരു വീഴ്ച. അതേസമയം തന്നെ ഈ മസൂദ് അസർ അവിടെ ഫണ്ടും പിരിച്ച് നടക്കുന്നു എന്നത് ഒരു തടസ്സവുമില്ലാതെ അങ്ങനെ സംഭവിക്കുന്നു എന്ന സാഹചര്യം, ഇതൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് ഭീകരവിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായി ബോധ്യപ്പെടാവുന്നതല്ലേ? ഒസാമ ബിൻ ലാഡനെ അവിടെ അബോട്ടബാദിൽ താമസിപ്പിച്ചിട്ട് അമേരിക്ക അറിഞ്ഞില്ല എന്നല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല. പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റ് കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപാണ് പ്രസിഡന്റ് ആകുന്നതെങ്കിൽ അദ്ദേഹം ആകരുതെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അദ്ദേഹം ആകുകയാണെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്, ടെററിസത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഫോർത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കും. അതിൽ പാകിസ്ഥാനോട് സഹകരിക്കുന്നതിന് പകരം, അതാണല്ലോ ബുഷ് ചെയ്ത് പാകിസ്ഥാനോട് സഹകരിച്ച് ടെററിസത്തിനെ ഫൈറ്റ് ചെയ്യായിരുന്നു. ഒരുപക്ഷെ ട്രംപ് ഇന്ത്യയോട് സഹകരിച്ച് ടെററിസത്തിനെ ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകുമെങ്കിൽ അത് ഇന്ത്യക്ക് സഹായകരമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഭദ്രകുമാർ സാർ പറഞ്ഞ ഈ കെറിയുടെയും പാക് പ്രതിനിധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് വന്നിരിക്കുന്ന റീഡ് ഔട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അനുകൂലമായ തരത്തിലുള്ളതാണ്. വളരെ ശരിയാണ്. പക്ഷേ ട്രംപിൻ്റെ 2 വിധത്തിലുണ്ട്. ട്രംപ് ടെററിസത്തിൻ്റെ ഉള്ള ആ നിലപാട്, അതിലെടുത്തെത്തിക്കുന്ന നിലപാട്, പിന്നെ പ്രത്യേകിച്ചും അത് പറയുന്നില്ലെങ്കിലും ഒരു ഇസ്ലാമോഫോബിയയും മുസ്ലിം രാജ്യങ്ങളോടും ഭദ്രകുമാർ സാർ പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന റീഡ് ഔട്ട് പരിശോധിച്ചാൽ അതും പാക് അനുകൂലമാണ്. അത് വളരെ വളരെ പേറ്റന്റ്ലി പ്രോ പാകിസ്ഥാൻ. അപ്പോൾ ട്രംപ് വന്നാൽ ആ സാഹചര്യം മാറുമെന്ന് കരുതാമോ? അല്ല, കുറച്ച് വ്യത്യാസം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് അമേരിക്കയിൽ പ്രസിഡന്റ് മാറുന്നു, പ്രസിഡന്റാണ് ഫോറിൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അവരുടെ ലോങ് ടേം സ്ട്രാറ്റജീസ് ആ കോമ്പസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കോമ്പസിൽ പല താല്പര്യങ്ങളുമുണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, പലതരം ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള അവരുടെ പോളിസി, റഷ്യയോടുള്ള കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി, ഇപ്പം 30,000-40,000 ഭടന്മാർ അവിടെ അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്നത്, അതൊക്കെ എടുക്കുന്നത് കൊണ്ട് അത് ട്രംപിൻ്റെ ഒരു തണുക്കുമായിരിക്കും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം. പക്ഷേ ഫണ്ടമെൻ്റലി പാകിസ്ഥാൻ്റെ ഇമ്പോർട്ടൻസ് അമേരിക്കൻ സ്ട്രാറ്റജിയിൽ തുടരുക തന്നെ ചെയ്യും. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഇന്നിപ്പോൾ ഈ വികാസ് സ്വരൂപ് പറയുകയായിരുന്നു, നമ്മൾ പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി
വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി വികാസ് സ്വരൂപ് പറയുന്നു, റഷ്യയുമായി നാം സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ യാദൃച്ഛികമല്ല റഷ്യയുടെ ഇപ്പോഴത്തെ ഈ ഉറി പശ്ചാത്തലത്തിലുള്ള നിലപാട്. അതുപോലെ തന്നെ ചൈനയുമായും കൃത്യമായ സംഭാഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ജിയോ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതിനെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതികരണത്തിൽ ആത്മവിശ്വാസം പ്രകടമാണ് എന്ന് തോന്നുന്നുണ്ട്. നയതന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യ ഫലപ്രദമായി എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. പക്ഷേ ലോകാഭിപ്രായം പൂർണ്ണമായും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാകിസ്ഥാന് ശക്തമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന സഹായിക്കുന്ന വലിയ രാജ്യങ്ങളുണ്ട്. അമേരിക്ക ഒരു വശത്തുണ്ട്, ചൈന മറുവശത്തുണ്ട്. നമ്മുടെ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എന്ത് മാറ്റം വരും? വാർ ഓൺ ടെറർ, ഈ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള അമേരിക്ക പോലും പാകിസ്ഥാൻ എന്നത് ഭീകരത പ്രവർത്തനത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ഭാഗം ചേർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അവിടെ നമുക്ക് ഈ നയതന്ത്രപരമായ നീക്കങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം. ലോക അഭിപ്രായ രൂപീകരണ വേദികളിൽ നമ്മുടെ ഭാഗം നമുക്ക് നന്നായി അവതരിപ്പിക്കാം. അതിനെല്ലാം അപ്പുറം നിന്നുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ട അവസ്ഥയുണ്ട്. നമ്മളെങ്ങനെയാണ് ഒരു പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടത്? ഇനിയും അല്ലേ, പത്താൻകോട്ട് ഉറി അതുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, ഇനിയും ഉണ്ടാകും. അവിടെ എങ്ങനെയാണ് പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു നയരൂപീകരണം ദൃഢമായ നിശ്ചയത്തോടെ നമ്മൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ശ്രീ വി മുരളീധരൻ, പാകിസ്ഥാന് ഒരു താല്പര്യപ്രകാരം അമേരിക്കയും മറ്റൊരു താല്പര്യപ്രകാരം ചൈനയും പിന്തുണ നൽകുന്നു, അത് തുടർന്നും ഉണ്ടാകും എങ്കിൽ നമ്മുടെ നിലപാട് എത്രമാത്രം ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം ലോകരാഷ്ട്രങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമം, ആ ശ്രമം ഒരുപക്ഷെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം ഏറ്റവും ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം ലോകരാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനും ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളൊരു പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു വലിയൊരളവോളം അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷെ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം, വിവിധ വിഷയങ്ങളിൽ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ വേണ്ടത്ര സജീവമായിരുന്നില്ല. ഞാൻ വൻ ശക്തികളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഡോ ആഫ്രിക്കൻ ഒരു മീറ്റ് കഴിഞ്ഞ തവണ നടന്നു. ഒരുപക്ഷെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എത്രമാത്രം പങ്കാളിത്തം ഉണ്ടാവും, അവരുടെ അഭിപ്രായങ്ങൾക്ക് എത്ര വിലയുണ്ടാവും എന്നുള്ളതൊക്കെ വേറൊരു വശമാണ്. പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്ര ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാരെയൊക്കെ എടുത്ത് താരതമ്യം ചെയ്താൽ അമേരിക്കൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഉഭയകക്ഷി സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ 2 വർഷത്തിനിടയിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 3-4 തവണ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അതേ സമയത്ത് ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരികയും അദ്ദേഹത്തെ നരേന്ദ്രമോദിയുടെ ഹോം സ്റ്റേറ്റ് ആയിട്ടുള്ള ഗുജറാത്തിൽ അദ്ദേഹത്തിന് ആതിഥ്യമരുളുകയും അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ വരെ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, നയതന്ത്ര തലത്തിൽ 2 നേതാക്കന്മാർ തമ്മിൽ, 2 രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു കെമിസ്ട്രി, ബന്ധത്തിൻ്റെ കെമിസ്ട്രി, ആ കെമിസ്ട്രിക്ക് എത്രമാത്രം ആ രാജ്യത്തിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ വേറൊരു വിഷയമാണ്. എങ്കിൽ പോലും ആ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ,
പ്രധാനമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ചേർന്നുകൊണ്ട് 94 രാജ്യങ്ങളിൽ കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തിനിടയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ലോകത്തിലെ 193 194 രാജ്യങ്ങൾ വരുന്ന ഐക്യരാഷ്ട്രസഭയിലെ മുഴുവൻ രാജ്യങ്ങളുമായും എൻഗേജ് ചെയ്യാനുള്ള ഒരു പദ്ധതി, അത്തരത്തിലുള്ളൊരു പദ്ധതിക്കാണ് വിദേശകാര്യ വകുപ്പ് രൂപം നൽകിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു തരത്തിൽ ഭീകരവാദം മാത്രമല്ല, വ്യാപാരത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും ഒക്കെ മേഖലകളിലൂടെ ഭീകരവാദത്തിനെതിരായിട്ട് ഇന്ത്യ ഉയർത്തുന്ന ശബ്ദത്തിന് അനുകൂലമായിട്ട് ഒരു ആഗോള പിന്തുണ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്നുള്ള നിലയിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിലൂടെ മാത്രമേ ഇന്നുള്ള ഈ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ചൈനയും അതേപോലെ അമേരിക്കയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ മയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് UN-ൽ പാകിസ്ഥാൻ ഉയർത്തിയ കശ്മീർ കടമ്പ ഇന്ത്യ എങ്ങനെ മറികടക്കും? ഇടവേളയ്ക്ക് ശേഷം.